പാലക്കാടിന്റെയും കേരളത്തിന്റെയും വ്യാവസായിക ഭൂപടത്തിൽ ഒരു സുപ്രധാന സ്ഥാനം അടയാളപ്പെടുത്താൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മഹത്തായ സ്വപ്നമായിരുന്നു കഞ്ചിക്കോട് റെയിൽവേ കോച്ച് ഫാക്ടറി. പ്രതീക്ഷയുടെ കൊടുമുടിയിൽ നിന്ന് തകർച്ചയുടെ ആഴങ്ങളിലേക്ക് പതിച്ച ഈ പദ്ധതിയുടെ ചരിത്രം ഇന്ത്യൻ റെയിൽവേയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും സംസ്ഥാനങ്ങളുടെ വികസന സ്വപ്നങ്ങളുടെ നിരാശയുടെയും ഒരു നേർചിത്രമാണ്. പതിറ്റാണ്ടുകളോളം നീണ്ട ആവശ്യങ്ങൾക്കും കോടികൾ ചിലവഴിച്ച പ്രാഥമിക ജോലികൾക്കും ശേഷം ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതെങ്ങനെയെന്ന് അന്വേഷിക്കുകയാണ് ഈ വിവരണം. കഞ്ചിക്കോട് റെയിൽവേ കോച്ച് ഫാക്ടറിയുടെ ചരിത്രം തുടങ്ങുന്നത് ഇന്നോ ഇന്നലകളിലോ അല്ല. 1980കളുടെ തുടക്കത്തിലാണ് അതിന്റെ വിത്ത് പാകിയത്. 1982 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പാലക്കാടിനൊരു കോച്ച് ഫാക്ടറി എന്ന സ്വപ്നം ആദ്യമായി സമ്മാനിച്ചത്. ആ വാഗ്ദാനം മുതൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ഈ ആവശ്യം ശക്തമായി നിലനിന്നു. ഓരോ റെയിൽവേ ബജറ്റ് വരുമ്പോഴും ഓരോ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴും കഞ്ചിക്കോടിന്റെ പ്രതീക്ഷകൾ വീണ്ടും ഉണർന്നു. ഓരോ സർക്കാരും മാറി മാറി വരുമ്പോഴും പാലക്കാട്ടുകാരുടെ സ്വപ്നത്തിന് മാറ്റമുണ്ടായില്ല. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന് ആശ്വാസമേകി ആ നല്ല വാർത്തയെത്തി. 2008-9 റെയിൽവേ ബജറ്റിലാണ് ഈ പദ്ധതിക്ക് ഔദ്യോഗികമായി അനുമതി ലഭിക്കുന്നത്. ഒരു വലിയ വികസന പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് അതിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും എന്നതിന്റെ വ്യക്തമായ സൂചനയായി കേരളം കണ്ടു. ഇതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ റെയിൽവേ കോച്ച് ഫാക്ടറിക്കായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ വേഗത്തിലാക്കി. തന്ത്രപ്രധാനമായ കഞ്ചിക്കോട്ട് റെയിൽവേ പാതയോട് ചേർന്ന് ഏകദേശം 239 ഏക്കർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്തത്. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി പദ്ധതി മുന്നോട്ടു പോകുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ആദ്യത്തെ പ്രതിസന്ധി ആരംഭിക്കുന്നത്. പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേയിൽ നിന്ന് പ്രതീക്ഷിച്ച വേഗത ലഭിച്ചില്ല. ഇത് കേന്ദ്രത്തിന്റെ താൽപര്യക്കുറവിന്റെ ആദ്യ സൂചനയായി കണക്കാക്കപ്പെട്ടു. തുടർന്ന് 2012-13 വർഷത്തെ റെയിൽവേ ബജറ്റിൽ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നിർദ്ദേശം വന്നു. റെയിൽവേയുടെ മാത്രം കീഴിൽ നടപ്പാക്കുന്നതിന് പകരം സംയുക്ത സംരംഭമായോ അല്ലെങ്കിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലോ പദ്ധതി നടപ്പാക്കാൻ റെയിൽവേ അനുമതി നൽകി. ഇത് പദ്ധതിയിൽ താൽപര്യമുള്ള സ്വകാര്യ പങ്കാളികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് വഴി തുറന്നു. എന്നാൽ ഈ കാലതാമസം മുതലെടുത്ത് പല സംസ്ഥാനങ്ങളിലും ഇതേ കാലയളവിൽ പ്രഖ്യാപിച്ച റെയിൽവേ പദ്ധതികൾ അതിവേഗം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു എന്ന വസ്തുത ഇവിടെ ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ പദ്ധതി മാത്രം കടലാസിലുറങ്ങി. ഈ ഘട്ടത്തിലാണ് കഞ്ചിക്കോട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ ചിലവുകൾ പ്രാഥമികമായി മാത്രം നടന്നത് എന്ന വിവരം പുറത്തുവരുന്നത്. ഭൂമി ഏറ്റെടുക്കുകയും അത് അതിര് തിരിച്ച് സംരക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ഫാക്ടറിക്കായി ഏറ്റെടുത്ത സ്ഥലത്തിന് ചുറ്റും സംരക്ഷണ മതിൽ നിർമ്മിക്കാൻ ഉൾപ്പെടെ ഏകദേശം 694 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചിലവഴിച്ചത്. ഇതിൽ ഭൂരിഭാഗവും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയായിരുന്നു. എങ്കിലും ഏകദേശം 21 കോടി രൂപയോളം മുടക്കി നിർമ്മിച്ച ആ സംരക്ഷണ മതിൽ പ്രതീക്ഷയുടെ ഒരു കോട്ടയായി നിലകൊള്ളേണ്ട സ്ഥാനത്ത് ഇന്ന് പാഴായിപ്പോയ സ്വപ്നങ്ങളുടെ ദുഃഖകരമായ ഒരു സ്മാരകമായി മാറിയിരിക്കുന്നു. സംയുക്ത സംരംഭത്തിലൂടെയെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമാകും എന്ന് പ്രതീക്ഷകൾ നിലനിൽക്കെയാണ് എല്ലാ പ്രതീക്ഷകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ നിർണായകമായ പ്രഖ്യാപനമുണ്ടാകുന്നത്. നിലവിൽ രാജ്യത്ത് ആവശ്യത്തിന് റെയിൽവേ കോച്ച് ഫാക്ടറികൾ ഉണ്ടെന്നും ഭാവിയിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള ഫാക്ടറികൾക്ക് പ്രത്യേകിച്ച് ചെന്നൈയിലെ ICF, റായ്ബറേലിയിലെ മോഡേൺ കോച്ച് ഫാക്ടറിക്കും കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ പാലക്കാട് കഞ്ചിക്കോട് ഒരു പുതിയ കോച്ച് ഫാക്ടറിയുടെ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്രം എത്തിച്ചേർന്നു. ദീർഘകാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് പ്രാഥമിക ജോലികൾ പൂർത്തിയാക്കിയ ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ യാതൊരു ദയയുമില്ലാതെ ഒറ്റയടിക്ക് വേണ്ടെന്ന് വെച്ചത്. അന്നത്തെ MPമാരിൽ ഒരാളായ MP രാജേഷിന് അയച്ച കത്തിലും ഈ നിലപാട് കേന്ദ്രം ആവർത്തിച്ചുറപ്പിച്ചു. റെയിൽവേ കോച്ച് ഉൽപാദനത്തിൽ വന്ന സാച്ചുറേഷനാണ് പദ്ധതി ഉപേക്ഷിക്കാനുള്ള കാരണമായി കേന്ദ്രം ഔദ്യോഗികമായി പാർലമെന്റിൽ പോലും അറിയിച്ചത്. ഇതിലെ രാഷ്ട്രീയം വ്യക്തമായിരുന്നു. കഞ്ചിക്കോട് പദ്ധതിക്ക് അനുമതി ലഭിച്ചതിന് ശേഷമാണ് റായ്ബറേലിയിലെ ഫാക്ടറിയുടെ നിർമ്മാണത്തിന് കൂടുതൽ ശ്രദ്ധ നൽകിയതും അതിന്റെ ശേഷി ഉയർത്തിയതും. ഈ കാലതാമസം തന്നെയാണ് കഞ്ചിക്കോടിന് തിരിച്ചടിയായത്. ഇതോടെ കഞ്ചിക്കോടിന്റെ സ്വപ്നം പൂർണ്ണമായും തകർന്നു. ആ ഭൂമി കാട് പിടിച്ചു കിടക്കാൻ തുടങ്ങി. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി കേരളത്തിന് നൽകാനായിരുന്ന വാഗ്ദാനങ്ങൾ വളരെ വലുതായിരുന്നു. ഈ പദ്ധതി യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് ഇതൊരു വലിയ ഉത്തേജകമാകുമായിരുന്നു. കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ 10,000-ലധികം ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കുമായിരുന്നു. എഞ്ചിനീയർമാർ മുതൽ സാങ്കേതിക വിദഗ്ധർ വരെ ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഇത് വരുമാനമാർഗം തുറന്നു കൊടുക്കുമായിരുന്നു. ഇത് മലബാർ മേഖലയിലെ യുവതലമുറയ്ക്ക് ഒരു വലിയ ആശ്വാസമാകുമായിരുന്നു. ദക്ഷിണ റെയിൽവേ മേഖലയ്ക്ക് ആവശ്യമായ കോച്ചുകളുടെ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണികളിലും കഞ്ചിക്കോട്ട് ഒരു നിർണായക ഹബ്ബായി മാറുമായിരുന്നു. റെയിൽവേയുടെ ഭൂപടത്തിൽ കഞ്ചിക്കോടിന് സ്വന്തമായി ഒരു സ്ഥാനം ലഭിക്കുമായിരുന്നു. ഏറ്റവും പ്രധാനമായി കോയമ്പത്തൂർ പാലക്കാട് മേഖലയിലെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കാൻ സാധ്യതയുള്ള അനുബന്ധ ക്ലസ്റ്ററുകൾക്ക് ഇത് രൂപം നൽകാനായിരുന്നു ലക്ഷ്യമിട്ടത്.
കോച്ചുകൾക്ക് ആവശ്യമായ ചെറുതും വലുതുമായ ഉപകരണങ്ങൾ, ഘടകങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന നൂറുകണക്കിന് പുതിയ വ്യവസായങ്ങൾ ഈ മേഖലയിൽ ഉയർന്നു വരുമായിരുന്നു. ഇത് ഈ പ്രദേശത്തെ ദക്ഷിണ ഇന്ത്യയിലെ ഒരു വലിയ വ്യാവസായിക ഇടനാഴിയായി മാറ്റാൻ സഹായിക്കുമായിരുന്നു. ഈ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായതോടെ കോടികൾ മുടക്കി ഏറ്റെടുത്ത ഭൂമി കാടുപിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പ്രതീക്ഷിച്ച വ്യവസായ വികസനത്തിന് പകരം കാട്ടുചെടികളും വന്യമൃഗങ്ങളുടെ ശല്യവും, പ്രത്യേകിച്ച് കാട്ടാന ശല്യം വർദ്ധിച്ച ഒരു മേഖലയായി കഞ്ചിക്കോട് മാറി. കോച്ച് ഫാക്ടറി ഇനിയൊരു യാഥാർത്ഥ്യമാവില്ല എന്ന കൈപ്പേറിയ തിരിച്ചറിവിൽ ഏറ്റെടുത്ത ഭൂമിക്ക് വേണ്ടി പുതിയതും പ്രായോഗികവുമായ പദ്ധതികൾ കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യവസായ വകുപ്പും കിൻഫ്ര പോലുള്ള ഏജൻസികളും ഈ ഭൂമിയിൽ ഒരു മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഹബ്ബ് സ്ഥാപിക്കുക എന്ന പുതിയ നിർദ്ദേശവുമായി മുന്നോട്ട് വന്നത്. ഇത് നിലവിൽ സജീവമായ പരിഗണനയിലുള്ള ഒരു പദ്ധതിയാണ്. ലോജിസ്റ്റിക്സ് പാർക്കിന് കഞ്ചിക്കോട് പ്രദേശം ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ്. റെയിൽവേ ലൈനിന്റെ തൊട്ടടുത്താണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ദേശീയപാതയുമായും അടുത്ത ബന്ധമുണ്ട്. ഇത് ചരക്ക് നീക്കത്തിനും സംഭരണത്തിനും അനുകൂലമാണ്. കേരളത്തിലെ പ്രധാന തുറമുഖമായ കൊച്ചിയുമായി അടുത്ത ദൂരമാണ് കഞ്ചിക്കോടിനുള്ളത്. തമിഴ്നാട്ടിലെ പ്രധാന വ്യാവസായിക കേന്ദ്രങ്ങളായ കോയമ്പത്തൂർ, തിരുപ്പൂർ, കരൂർ തുടങ്ങിയ വ്യവസായ ഹബ്ബുകളുമായി കഞ്ചിക്കോടിന് അടുത്ത ബന്ധമുണ്ട്. ചരക്കുകളുടെ വിതരണ കേന്ദ്രമായി ഇത് പ്രവർത്തിക്കും. കോച്ച് ഫാക്ടറി എന്ന സ്വപ്നം ഇല്ലാതായ സാഹചര്യത്തിൽ ഈ ഏക്കർ കണക്കിന് ഭൂമി ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നിലവിലെ ഏറ്റവും പ്രായോഗികവും സാമ്പത്തികമായി ലാഭകരവുമായ വഴി. കഞ്ചിക്കോടിന്റെ ദുരനുഭവവുമായി ബന്ധപ്പെടുത്തി മലബാർ മേഖലയുടെ മറ്റൊരു റെയിൽവേ ആവശ്യത്തെക്കുറിച്ചും പരാമർശിക്കേണ്ടതുണ്ട്. നിലമ്പൂരിൽ നിന്ന് വയനാട്ടിലൂടെ കർണാടകയിലെ നഞ്ചങ്കോട് വരെ റെയിൽവേ ലൈൻ നീട്ടണമെന്ന ആവശ്യത്തിന് ഒരു നൂറ്റാണ്ടിന്റെയെങ്കിലും പഴക്കമുണ്ട്. മലബാർ മേഖലയുടെ വികസന കുതിപ്പിന് ഇത് അനിവാര്യമാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. ചരക്ക് നീക്കത്തിനും ടൂറിസത്തിനും വാണിജ്യ മേഖലയ്ക്കും ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. വയനാടിനെ രാജ്യത്തിന്റെ റെയിൽവേ ഭൂപടത്തിൽ എത്തിക്കാൻ ഈ പാത സഹായിക്കും. എങ്കിലും കഞ്ചിക്കോടിന്റെ കാര്യത്തിൽ എന്ന പോലെ ഈ പാതയ്ക്കുള്ള പ്രഖ്യാപനവും ഓരോ ബജറ്റിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതല്ലാതെ വലിയ പുരോഗതി ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഈ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധ തലശ്ശേരി-മൈസൂർ പാതയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഇത് നിലമ്പൂർ നഞ്ചങ്കോട് പാതയുടെ സാധ്യതകളെ കൂടുതൽ മങ്ങലേൽപ്പിച്ചു. കഞ്ചിക്കോട് റെയിൽവേ കോച്ച് ഫാക്ടറിയുടെ കഥ കേരളത്തിന് ഒരു വലിയ വികസന പാഠമാണ്. ദീർഘകാലമായുള്ള വാഗ്ദാനങ്ങളും കോടികളുടെ ചിലവുകളും ഒരു നിമിഷം കൊണ്ട് റദ്ദാക്കപ്പെട്ടപ്പോൾ നഷ്ടമായത് ഒരു പ്രദേശത്തിന്റെയാകെ വളർച്ചാ സാധ്യതകളാണ്. ആ സ്ഥലവും അവിടെ ചിലവഴിച്ച പണവും ഇനി പാഴാക്കാതെ ലോജിസ്റ്റിക്സ് പാർക്ക് പോലുള്ള ഉചിതമായ ഒരു പദ്ധതി അതിവേഗം നടപ്പാക്കി കഞ്ചിക്കോടിന്റെ വ്യാവസായിക സാധ്യതകൾ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇന്നത്തെ അടിയന്തര ആവശ്യം. റെയിൽവേയുടെ മതിൽ പോലെ പ്രതീക്ഷയുടെ ഈ കോട്ട തകർന്നു പോകാതെ അടുത്ത തലമുറയ്ക്കായി നിലനിർത്തേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.